الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله فخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين فاستجبنا له ووهبنا له يحيى وأصلحنا له زوجا إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. ഏറെ സ്നേഹ സമ്പന്നനായ സമാദരണീയനായ ഏറെ അടുപ്പവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അതിവേഗം ദിനരാത്രങ്ങൾ നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏകനായ സർവശക്തനായ പടച്ചുറപ്പിന്റെ നിയമനിർദ്ദേശങ്ങൾ മാത്രം വെളിച്ചമായി മാറുന്ന ബർസഖി ജീവിതത്തിലേക്ക് തണലായി മാറുന്ന, തണുപ്പായി മാറുന്ന പാരത്രിക വിജയത്തിലേക്ക് നമുക്കേറെ താങ്ങായി തീരുന്ന യഥാർത്ഥ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സിറാത്തുൽ മുസ്തഖീം സ്വീകരിച്ച് ശിഷ്ട ജീവിതത്തെ ക്രമപ്പെടുത്തി അല്ലാഹുവിന്റെ ഇഷ്ട ദാസന്മാരായി മുഅ്മിനുകളും മുഅ്മിനാത്തുകളും മുത്തഖീങ്ങളുമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പരിമിതിയുള്ള, പരിമിതരായ, ലഈഫ് ആയിട്ടുള്ള നമ്മൾ എത്ര വലിയ ബിസിനസ് സമുച്ചയമുണ്ടെങ്കിലും, എത്ര വലിയ ഡിഗ്രികൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും, നമ്മുടേതായ അക്കൗണ്ടുകളും മറ്റുമൊക്കെ നമുക്ക് വലിയ സന്തോഷവാർത്ത നൽകുന്നുണ്ടെങ്കിലും, ഇനി എത്ര അക്കൗണ്ടിൽ ബാക്കിയുണ്ട് എന്റെ ആയുസ് എന്നറിയാത്ത വളരെ ലഈഫായ നമ്മൾ ചില നഗ്ന സത്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പലരും അതൊക്കെ മറന്നതിന്റെ, പലർക്കും അത് ഓർമ്മയില്ലാത്തതിന്റെ പരിണിത ഫലങ്ങൾ അതിങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ലഈഫായ എന്റെ കൺമുമ്പിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഘടിപ്പിക്കുകയാണെങ്കിൽ, ആധുനിക AI ടെക്നോളജിയിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ട് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുമെങ്കിൽ, അല്ലെ, എല്ലാം പലതും നമ്മൾ അറിയുന്നുണ്ട്. എഴുന്നേറ്റ സമയത്ത് ഒരു വാർത്ത, ഒരു പിഞ്ചു പൈതലിന്റെ മരണവാർത്തയാണ്.
പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ പാല് കൊടുക്കൽ അശ്രദ്ധമായി പോയി, ഓവർഫ്ലോ വന്നു. ഉമ്മ അറിഞ്ഞിട്ടല്ല, എണീറ്റ് 8 മണിയോട് അല്ലെങ്കിൽ നേരം വെളുത്തതിന് ശേഷമാണ് കുഞ്ഞ് ശ്വാസം നിലച്ചു പോയത് അറിയുന്നത്. അശ്രദ്ധ എന്ന് പറയാം. അപ്പുറത്ത് ഒരു കുടുംബം അങ്ങനെ ഒലിച്ചു പോകുന്നു, കുടുംബസമേതം ഒലിച്ചു പോയി എന്ന വാർത്ത നമ്മൾ ഉത്തരേന്ത്യയിൽ വാർത്ത നമ്മൾ കണ്ടു. അപ്പുറത്ത് ഇന്നും മയ്യത്ത് കിട്ടാത്ത അർജുന്റെ ചരിത്രം, കണ്ണീരുകൾ നമ്മൾ വായിച്ചറിഞ്ഞു. ആ അർജുനന്റെ തൊട്ട അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഒരു കുടുംബം, ആ ഹോട്ടലും ഒക്കെ നടത്തിയിരുന്ന കുടുംബ വാർത്ത നമ്മൾ അറിഞ്ഞു. അങ്ങനെ 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 എല്ലാം നമുക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പലരും ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺമുമ്പിലൂടെ നമ്മളിങ്ങനെ അവരൊക്കെ ഒലിച്ചു പോകുന്നത് കാണാൻ പറ്റുന്ന ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ അതായിരിക്കും ഉണ്ടാവുക. അതങ്ങനെയാണ് അല്ലേ? പലരും ഇങ്ങനെ വിചാരിക്കാണ് ദൈവം സിട്ടാവ് കാണുന്നില്ല, സിട്ടാവിന്റെ കരുണ തോടുന്നു. പലരും സിട്ടാവ് കരുണയില്ലാത്തവനായി അങ്ങനെ ചിത്രീകരിക്കുന്നു. പലരും പല നിരീശ്വരവാദത്തിലേക്കും നിർമ്മലവാദത്തിലേക്കും ഇതൊന്നും സത്യമല്ല, സത്യമല്ല എന്നതിലേക്ക് പോകുന്നു. അങ്ങനെ എന്റെ മുമ്പിൽ ഈ ഒരു ക്യാമറയിലൂടെ കാണാൻ പറ്റിയാൽ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? ഒന്ന്, മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് മരണമാണ്. അതവിടെ സംഭവിക്കാൻ പാടില്ല, അവിടെ മരിക്കാൻ പാടില്ല. അത്തരം ചിന്താഗതികളുടെ അവസ്ഥയാണ് ഇവിടെ മരണം ഉണ്ടാകാൻ പാടില്ല. എത്ര ആളുകളാ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്നത് വലിയ പ്രയാസകരമാണ്. മരണത്തിന്റെ പകുതി വേദന അല്ലെങ്കിൽ വലിയ പ്രയാസകരമാണ് പ്രസവ വേദന. അതുണ്ടാവാൻ പാടില്ല. ഇവിടെ ആൾ ജനിക്കാൻ പാടില്ല. അപ്പം രോഗാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചൊരു രോഗം ഉണ്ടാകാത്ത അവസ്ഥ, ആഫിയത്തിന് വേണ്ടി തേടുന്നു. രോഗം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഡോക്ടർ ഉണ്ടാവൂല, ഹോസ്പിറ്റൽ ഉണ്ടാവൂല, മരുന്നുണ്ടാവൂല. അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ക്രയം നടക്കൂല. ഇങ്ങനെ ഒരു പള്ളി വളരെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നമ്മളൊക്കെ കൂലിപ്പണിക്കാരാണ് പലരും. വലിയ പ്രയാസമാണ്. ഇതൊക്കെ പടുത്തുയർത്ത് അതിനെ സംവിധാനം ഒരുക്കി ഈ ഒരു രൂപത്തിലേക്ക് ഒരു ബിൽഡിംഗ് വരാൻ എഞ്ചിനീയർ വേണം, അല്ലേ? മറ്റൊരു ആശ്രയം വേണം. ത്യാഗം സഹിക്കണം, പ്രയാസപ്പെടണം, ദുരിതം അനുഭവിക്കണം. എല്ലതും മകനായ എന്നെ ഇത്ര പോറ്റി വളർത്താൻ എന്റെ ഉപ്പ ഏറെ കഷ്ടപ്പെടണം, ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. നമ്മളെ മക്കളെ പോറ്റി വളർത്താൻ, ജോലി കിട്ടാൻ എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇതൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ നടക്കണം. അതെന്തിന് എങ്ങനെ നടക്കുന്നു, എന്താണ് അതിന്റെ സംഭവ വികാസങ്ങളുടെ കാരണം? പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ തേടി പോവാൻ നിന്നാൽ ചിലർക്ക് ഉത്തരം കിട്ടും. അശ്രദ്ധ അതിലെ ഭാഗമാണ്. അമിത വേഗത അപകട കാരണമാണ്. മനുഷ്യ കരങ്ങളുടെ വെട്ടിപ്പിടുത്തം അത് കരയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതങ്ങനെ പോകുന്നതാണ്. അവിടെ പരീക്ഷകളില്ലെങ്കിൽ ജോലിയില്ല. പണം കൊടുക്കാനും അല്ലെ, ശമ്പളം കൊടുക്കാനും ശമ്പളം വാങ്ങിക്കാൻ ആൾ വേണം. അപ്പൊ അതൊക്കെ അവിടെ നടക്കണം. അതൊക്കെ അല്ലാഹുവിന്റെ ആ ഒരു ദുനിയാവിന്റെ പ്രത്യേകത അങ്ങനെയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതാണല്ലോ ജീവിതം, ഒരു പരീക്ഷണമാണ്. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. ജയിലറയ്ക്ക് സമാനമാണ് എന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഈ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരിക എന്ന് കേൾക്കുമ്പോ സമ്പാദിച്ചതെല്ലാം പോയി, ഒന്നുമില്ല. ഇട്ടുടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നില്ല. കൈമലർത്തുകയാണ് പലരും സങ്കടവുമായി മീഡിയക്ക് മുമ്പിൽ കരയുകയാണ്, അല്ലെ? അത് കേട്ടിട്ട് നമ്മളും കരയാണ്. ജീവിതം അങ്ങനെയാണ്, ജീവിതത്തിന്റെ ഭാഗം അങ്ങനെയാണ്. എന്തേ ഈ പരീക്ഷണം? ആ രാത്രി 2 മണിക്ക് എല്ലാവരും ഉറക്കിക്കിടക്കും. എന്തേ ഈ പരീക്ഷണം? ഉത്തരം തേടി പോവലല്ല, മറിച്ചൊരു വിശ്വാസിക്ക് അതിൽ ഒരു വിശ്വാസിയാണോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം അതിലുണ്ട്. എന്താ സന്തോഷം? ജീവിതം എങ്ങനെയാണ്? അത് അത്ഭുതമാണ്. പ്രയാസം നിറഞ്ഞ ഘട്ടത്തിൽ അവന് പടച്ചവനോട്, അല്ലെ, ആ പ്രയാസഘട്ടത്തിൽ ക്ഷമിക്കും, സഹിക്കും. അവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഖുർആന്റെ വചനം ഉൾക്കൊണ്ടവര് അവർ ക്ഷമിച്ചു നിൽക്കും. അതിന് വലിയ പുണ്യമുണ്ട്. ആ ക്ഷമിക്കുന്ന സമയത്തൊരു ഒരു ശൗക, ഒരു മുള്ളു കുത്തുന്ന വേദന പോലും. അപ്പൊ തലവേദന, പല്ലുവേദന, ക്യാൻസർ, അസുഖങ്ങൾ, പട്ടിണി, പ്രയാസം, ദുരിതം, അതിനെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണ്. അതിനാണ് അവന് സ്വർഗത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെ? അതിനാണ് സ്വർഗം. അങ്ങനെ വരുമ്പോലെ അപ്പുറത്തൊരു നരകണ്ട്.
നമ്മളെ വീട്ടില് ഇതൊക്കെ അടിച്ചു വാരി വേസ്റ്റ് എന്താ ചെയ്യാ? വേസ്റ്റ് പല രൂപത്തിലും നമ്മൾ അതിനെ സംസ്കരിക്കും, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കും. പലതും നമ്മൾ കത്തിക്കലാണ്. അതന്നെ സ്വർഗത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട സത്യവിശ്വാസികളായി ശുദ്ധീകരിക്കപ്പെട്ടവർ കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് കത്തിക്കലാണ്. അതാണ് നരകം. അതതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് നമ്മുടെ ചിന്തക്ക് ഒടുങ്ങുന്നു മാത്രം. അപ്പൊ അങ്ങനെയുള്ള സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവരാവുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരായി തീരുക, അല്ലെ? ഹുദൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള വഴിയാണത്. ആ മുത്തഖീങ്ങൾക്കുള്ള ഹുദ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. പരീക്ഷണങ്ങൾ അങ്ങനെ കടന്നു വരും. അവിടെ പടച്ചോൻ തന്റെ മുമ്പിലുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരീക്ഷണങ്ങൾ ഇല്ലാത്തൊരു ജീവിതമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? സൃഷ്ടികളിൽ അത്യുത്തമർ, സൃഷ്ടികളിൽ അത്യുത്തമർ. തിന്മയിൽ മുഴുകിയിട്ടല്ല, അല്ലെ? ചിലർ പറയുന്നതാ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹിയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് തറാവിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇപ്പൊ എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പരീക്ഷണമാണ്! 4-5 വർഷമായി അരക്ക് താഴെ തളർന്നു കിടക്കുന്ന വീട്ടു ഉടമയുടെ കരഞ്ഞ വാക്കുകളാണ് പാലിയേറ്റീവിൽ. എങ്ങനെ ഭക്ഷണം കഴിച്ചത്? ഒന്ന് മലമൂത്ര വിസർജനം നിർവഹിക്കണമെങ്കിൽ ഭാര്യ ഒന്ന് തടവിത്തരണം. പ്രായം ഏറെ ആയിട്ടുള്ള മക്കളുണ്ട് എനിക്ക്, 2 പെൺകുട്ടികൾ. വീടിന്റെ പ്രയാസം, ജോലിക്ക് പോവേണ്ട, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ കിടക്ക് അരക്ക് താഴെ തളർന്ന്. ഇതെന്താണ്? ഇതെന്തിനാണ്? അല്ലെ? അവിടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ ഒന്നും ചെയ്തിട്ടല്ല, മറിച്ച് അതങ്ങനെയാണ് ജീവിതം. പടച്ചവൻ അങ്ങനെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വന്നപ്പോ തന്റെ ഉപ്പാനെ കണ്ടിട്ടില്ല. 6-ാമത്തെ വയസ്സിൽ, അല്ലെ, ഭൂതലം പൂക്കുന്ന മുമ്പേ പാപ്പയും തീരിഞ്ഞു, ബാലനായി മാറുന്ന കാലം ഉമ്മയും തീരിഞ്ഞു, ആരുമാറും ഓമനിച്ചില്ലെങ്കിലും വളർന്നു, ആടിലൊന്നിൽ ആടുമേച്ച കൊച്ചുബാലൻ. അങ്ങനെ വളരുകയാണ്. അങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങൾ! ഏറെ കരളിന്റെ കഷ്ണമായ, അല്ലെ, അല്ലെങ്കിൽ ജീവിതത്തിലെല്ലാമായ തന്റെ പത്നി ഖദീജ എന്ന വിയോഗം, ആമുൽ ഹുസ്ൻ, ദുഃഖ സംഭവം. തന്നെ ഏറെ സംരക്ഷിച്ചിരുന്ന എളാപ്പയുടെ വിയോഗം, തന്റെ ഭാര്യയുടെ വിയോഗം, യുദ്ധക്കളത്തിലെ അപകടങ്ങൾ, പ്രയാസങ്ങൾ, നാട് വിടേണ്ടി വന്നത്, തന്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടത് യുദ്ധക്കളത്തിൽ. അങ്ങനെ അങ്ങനെ തുടങ്ങി, അല്ലെ, സ്വന്തം നാട് വിട്ടു പോവേണ്ടി വന്നതും, ശഅബ് അബൂ ത്വാലിബിൽ ഭക്ഷണം പോലും കഴിക്കാതെ മാസങ്ങൾ ശഅബ് അബൂ ത്വാലിബിൽ വിലക്കപ്പെട്ടതും. അങ്ങനെ അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം. അപ്പൊ നമ്മൾ ആരും വിശ്വാസികളാവാത്തത് കൊണ്ടല്ല, വയനാട്ടിലുള്ള ജനതക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവരിൽ നിരീശ്വരവാദമുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടല്ല, മറിച്ചത് അങ്ങനെയാണ്. അത് ജീവിതത്തിന്റെ പരീക്ഷണ ജീവിതം അങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. എന്നിട്ട് അതിൽ അലിഞ്ഞു പോകാൻ പറ്റണം, അല്ലെ? സാമ്പത്തിക രംഗം കുറെ പണം ചെലവഴിച്ചു, പണമടക്കി, സാമ്പത്തിക രംഗമൊക്കെ അങ്ങനെ നിൽക്കുകയാണ്, വലിയ ലാഭല്യ കച്ചവടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അങ്ങനെ നിരാശകൾ പൂണ്ട, കാർമേഘം മൂടിയതിനേക്കാൾ കറുത്ത മനസ്സുമായി, ഇരുണ്ട മനസ്സുമായി, ആകെ തളർന്ന് വാടി ഉണങ്ങി, എല്ലാത്തിനും താല്പര്യം നഷ്ടപ്പെട്ട്, ഉള്ള ശാരീരികാവസ്ഥയിൽ തന്നെ വീണ്ടും അസുഖം കടന്നു വന്ന്, അങ്ങനെ അങ്ങനെ അതല്ല, മറിച്ച് അത് ഏൽക്കുന്ന ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും, ഒന്ന്, അതിൽ എനിക്ക് പുണ്യമുണ്ടെന്നും, 2, എന്റെ കൂടെ പടച്ചോൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഇന്നല്ലാഹ മഅനാ, അല്ലേ? ഇന്നല്ലാഹ മഅനാ, തീർച്ചയായിട്ടും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും ലാ തഹ്സൻ, ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ഒരത്താണിയായി പടച്ചു നമ്മളെ കൂടെ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83-ാമത്തെ വചനം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു. ഏറെ രോഗാവസ്ഥ, കിട്ടാവുന്ന ചികിത്സയും ഒക്കെ നിർവഹിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ സഹിച്ച്, തന്റെ ഉറ്റവരും ഉടയവരും ഓരോരുത്തർ വിട്ടുവെച്ചു പോയി, എല്ലാവരും വിട്ടുവെച്ചു പോയി. ആ ഒരു സാഹചര്യം, ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പുറത്ത് മുമ്പ് കഴിഞ്ഞ കുറെ അമ്പിയാക്കളുണ്ട്, നേതാക്കന്മാരുണ്ട്, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഔലിയാ, ആത്മമിത്രങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഏകനായ റബ്ബിലേക്ക് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. ഇന്നിന്റെ പോലെയല്ല, ജാറങ്ങളിലേക്കല്ല,
മഖബറകളിലേക്കോ അങ്ങനെയുള്ള മറ്റു ദേവാലയങ്ങളിലേക്കോ അല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം അവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിലേക്ക് ആ കാര്യം അവിടെ സമർപ്പിക്കുന്നു. 84-ാമത്തെ വചനം എന്താണെന്നറിയോ? പടച്ചോനെ, എത്രമേൽ പ്രയാസം എന്റെ രോഗാവസ്ഥ, കരുണ ചെയ്യുന്നവർ ഏറ്റവും അങ്ങേറ്റം കരുണ ചെയ്യുന്ന സൃഷ്ടാവേ, എന്റെ ഈ അവസ്ഥ രക്ഷപ്പെടുത്തണമെന്നുള്ള അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാതൊരു ഇടയാളന്മാരില്ലാതെ യാതൊരു കളങ്കവുമില്ലാതെ സൃഷ്ടാവിനെ വിളിച്ചു തേടുന്നു. എന്താ അവിടെ? അറബി ഭാഷയിൽ എന്ന് പറയും, അല്ലെങ്കിൽ ആ രൂപത്തിൽ സഡൻലി, എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അത് ഉത്തരം ചെയ്തു. അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ വിട്ടുവെച്ചു പോയ കുടുംബാംഗങ്ങളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നു. ആ രോഗാവസ്ഥയിൽ എത്ര കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി ആളുകളെ കൊണ്ട് ആ കുടുംബത്തെ സുഭിക്ഷമാക്കി. എന്നിട്ട് അവിടുന്ന് പറയാണ്, അല്ലാഹു തആല പറയാണ്, റഹ്മത്തൻ മിൻ ഇൻദിനാ, അതെ എന്നോട് പക്കൽ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, ലോകത്ത് എവിടൊക്കെയുള്ള വിശ്വാസികളായ ആളുകളുണ്ടോ അവർക്കൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. അവർ നമ്മുടെ കൂടെയുണ്ട്. ഏത് രോഗാവസ്ഥയിലും ലക്ഷങ്ങൾ ചെലവിട്ടിട്ട് അവർ ആന്തരിക അവയവം മാറ്റി വെക്കണം, കയ്യിലൊരു പൈസ ഇല്ല. റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ കാരുണ്യമാണ്, അല്ലാഹു നോക്കിക്കൊള്ളും, അല്ലാഹു അത് നോക്കിക്കൊള്ളും. രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അപ്പം ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തീർന്നില്ല. അമ്പിയാക്കളിലെ അടുത്ത വചനത്തിലൂടെ സൂചിപ്പിച്ചു, തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ ആരും വിശ്വസിക്കാതെ വന്നപ്പോ നാട് വിടാന്ന് തീരുമാനിച്ച ഒരു പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു. ചരിത്രം നമുക്കറിയാം. കടലിൽ അകപ്പെട്ടു, കപ്പലിൽ യാത്രക്കടയിൽ കടലിലേക്ക് എടുത്തു ചാടേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഇരുട്ടിൽ നിന്ന് ഇരുട്ടറിൽ നിന്ന് അല്ലാഹുവിനെ വിളിക്കുകയാണ്. ഉരുൾപൊട്ടലിന്റെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴുമ്പോ അല്ലേ, ആ ഇരുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കാൻ, ശ്വാസം അയക്കാൻ പറ്റാത്ത ആഴ്ചകളോളം ആ ട്രക്കിന്റെ ക്യാബിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അങ്ങനെ ഒരു എലിയൊക്കെ മുക്കിക്കൊല്ലുന്ന രൂപത്തിലുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥ. എന്നാൽ അതുപോലെ അതിലപ്പുറം കടലിലേക്ക് എടുത്തു ചാടി ഒരു മനുഷ്യനും ഒന്ന് സമാധാനിപ്പിക്കാനില്ലാതെ, ഒരാളും ഒന്ന് പുറത്തു തട്ടി ആശ്വാസം പറയാനില്ല, ഒരു ഫോൺ കോൾ കിട്ടാത്ത ഒരു ഒറ്റപ്പെടലിന്റെ ഇരുട്ടിന്റെ കടലിലേക്ക് എടുത്തു ചാടും. മീനെ വിഴുങ്ങുന്നു. 3 മിനിറ്റാണ് ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പുറമില്ല. ആ നിമിഷ നേരത്തിനുള്ളിൽ ആ ഇരുട്ടറയിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവിടുന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചപ്പോ അപ്പോൾ കപ്പളെ അവിടെ ഉത്തരം ചെയ്യും. നോക്ക് നിങ്ങൾ, ഇതിനും വലിയൊരു ഇരുട്ടണ്ട നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ സാമ്പത്തിക രംഗമാണോ, നമ്മുടെ ശാരീരിക പ്രയാസമാണോ, നമ്മുടെ മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുത്തിയതാണോ? അല്ല, ഇതിലും വലിയൊരു ഇരുട്ടും ഒറ്റപ്പെടലും വരാനില്ല. അങ്ങനത്തെ ആഴക്കടലിന്റെ ആഴിയിൽ മീനിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോ അവിടെ നിന്ന് അപ്പോൾ കപ്പളെ അള്ളാഹ് പറയാണ് നാം ഉത്തരം ചെയ്തു. എന്നിട്ടോ അദ്ദേഹം പ്രയാസപ്പെടുന്ന പ്രയാസത്തിനാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. സത്യവിശ്വാസികളായ ആളുകൾ എവിടെയായിരുന്നാലും വിളിക്കുത്തരം ചെയ്ത് ഏത് ആഴക്കടലിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നാലും ഒരിടയാളന്മാരുടെയും ഒരാളുടെയും ആവശ്യമില്ലാതെ സത്യവിശ്വാസികളായ ആളുകളെ നാം രക്ഷപ്പെടുത്തും. അപ്പൊ നോക്കുക, നമ്മൾ എന്തിന് ഭയപ്പെടണം? നമുക്ക് അതിലും വലിയൊരു ആശ്രയം, ഒരു അത്താണി മറ്റെന്താണുള്ളത്? ഏത് ICU അല്ലെ, ഏത് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ആരുടെയും സാന്നിധ്യമില്ലാതെ, ആരും കാണാത്തൊരു ഇരുട്ടത്ത് ഒറ്റപ്പെട്ടാലും ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിലും വലിയൊരു മരുന്ന്, അതിലും വലിയൊരു ആശ്വാസം, അതിലും വലിയൊരു സഹായം മറ്റെന്താണുള്ളത്? അത് പഠിപ്പിച്ചില്ല നമുക്ക്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ചു സക്കരിയ്യ ഇദ് നാദാ റബ്ബഹു, അമുഖമായി ഓതി വെച്ച വചനം. സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് തന്റെ വാർദ്ധക്യത്തിന്റെ സമയത്ത്, പടച്ചോനെ ഇനിയൊരു കുഞ്ഞിനെ ജന്മം നൽകാനും ഇനിയൊരു പ്രസവിക്കാനുള്ള അവസ്ഥയില്ലല്ലോ അല്ലേ, റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ,
നീയാണല്ലോ അനന്തരം എടുക്കുന്നവര്, എനിക്കൊരു കുഞ്ഞിനെ നൽകണം. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിൽ അപ്പക്കപ്പള ഉത്തരം ചെയ്തു. യഹ്യയെ സമാനമായി മകനായി നൽകി. ഇണയെ അതിനെ പാകപ്പെടുത്തി, അതിനെ സൗകര്യപ്പെടുത്തി, മുലയൂട്ടാനും പ്രസവിക്കാനും ഒക്കെ സൗകര്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇക്കഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രം സൂചിപ്പിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലെ, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത രോഗാവസ്ഥയിൽ പടച്ചോൻ സഹായിച്ചതും ആഴക്കളുടെ ആഴിയിൽ വല്ലാത്ത ഒറ്റപ്പെടലിൽ പടച്ചോൻ രക്ഷപ്പെടുത്തിയതും, അതുപോലെ ആ വാർദ്ധക്യത്തിന്റെ സമയത്ത് കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോ മഖബറയിലേക്കും ജാറങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുന്ന അല്ലെ വിശ്വാസികൾ, അല്ലെങ്കിൽ പല മതവിശ്വാസികൾ അങ്ങനെ വരുമ്പോ അവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് വിശ്വാസികളെ ഞാൻ ഈ കാര്യം പറഞ്ഞു പോകുന്നത്. അവിടെ ആ 91-ാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അടുത്ത 90-ാമത്തെ വചനം അതിനെ പാകപ്പെടുത്തി കുഞ്ഞിനെ പടച്ചു നൽകി. പക്ഷേ മുകളിൽ പരാമർശിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, ഇതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ കേട്ടല്ലോ. ആ ചരിത്രത്തിൽ അവരൊക്കെ അനുഭവിച്ച ഈ ഒറ്റപ്പെടൽ, ഈ പ്രയാസം, അവരെ പടച്ചത് കാത്തുരക്ഷിക്കാൻ അവർക്ക് ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു അവരെ കാണാൻ, അവരെ കേൾക്കാൻ, അവരുടെ സന്നിധ ഘട്ടത്തിൽ ആഴക്കടലിന്റെ ആഴിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ അവർക്ക് ചില സ്വഭാവ ഗുണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവർ അവസാനിപ്പിക്കുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇന്നഹും, ഇപ്പറയപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർ അല്ലാഹുവിന്റെ അടിയാന്മാർ, അവരെ പടച്ചോൻ രക്ഷപ്പെടുത്തി. ഇന്നഹും കാനൂ, അവരായിരുന്നു യുസാരിഊൻ, ധൃതിപ്പെടുന്നവരായിരുന്നു, തിരക്ക് കൂട്ടുന്നവരായിരുന്നു. അൽ ഖൈറാത്ത്, നന്മയിൽ തിരക്ക് കൂട്ടുന്നവരായിരുന്നതാണ്. വെള്ളിയാഴ്ച വന്നു, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 3 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരുങ്ങുകയാണ്. സുബഹിന്റെ മുമ്പെയുള്ള സുന്നത്ത് നിസ്കരിച്ച് ഒരുങ്ങുകയാണ്, തിരക്ക് കൂട്ടുകയാണ്. എന്താ തണുപ്പ്, എന്താ അവസ്ഥ, എന്തൊരു സുഖമാണ് കിടന്നുറങ്ങാൻ. അവിടെ എഴുന്നേൽക്കുകയാണ്. അവിടെ അങ്ങനെ 5 മണിക്ക് ബാങ്ക് കൊടുക്കുന്നു കേട്ടപ്പോ ഈ 20 മിനിറ്റ് ഉണ്ടോ നോക്കി നിൽക്കുകയില്ല, മറിച്ച് അവർ ചടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. കാരണം എന്താണ്? ഖൈറാത്ത്, എന്റെ ശരീരം കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അത് ഫർദായ നമസ്കാരങ്ങൾ ആണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാ അല്ലേ നെഞ്ചത്ത് കൈവച്ച് ഞാൻ എന്നെ ഇത്തരുണത്തിൽ എന്നെ കുറിച്ച് ആലോചിക്കാൻ ഇനി ഈ സമയത്ത്, ഈ ഒരു സമയത്തെങ്കിലും സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സാധിക്കുക? ഒലിച്ചുപോയി, നേരം പുലർന്നപ്പോ ഒലിച്ചുപോയി, ഒന്നുമില്ല, ആരുമില്ല, പറയേണ്ടതില്ലല്ലോ. ഇനി എത്രണ്ണായിരിക്കും പുറത്തെടുക്കാനുണ്ടെന്ന് അറിയില്ല. ഇത്തരുണത്തിലെങ്കിലും എനിക്ക്, നിങ്ങളെ കാര്യമില്ല കേട്ടോ, എന്റെ കാര്യം പറഞ്ഞത്, എനിക്ക് തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ തിരുത്തലുണ്ടാവില്ല. അങ്ങനെ നോക്കുങ്ങള് സുബൈക്ക് അങ്ങനെ കടന്നുറങ്ങുക, ഇതൊരു ഹൈറായി തോന്നുന്നില്ല. എന്നാൽ അള്ളാഹ് കേൾക്കണോ? അള്ളാഹ് നമ്മളെ കാണണോ? നമ്മുടെ ബിസിനസ് രംഗത്തിൽ അള്ളാഹുവിന്റെ സഹായം വേണോ? നമ്മുടെ മക്കളുടെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വിഷയത്തിൽ, നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയത്തിലും, എല്ലാ കാര്യത്തിലും, വിഹപര വിഷയത്തിൽ അള്ളാഹ് ഇടപെടണോ? അള്ളാഹുവിന്റെ സഹായം വേണോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്നവരായിരുന്നവർ. ഒരു നന്മ കണ്ടാലേ, ഇന്നത്തെ പള്ളിയുടെ പിരിവ്, വയനാട്ടിലേക്കുള്ള സാമ്പത്തിക സഹായം, വീടില്ല, ബ്രഷില്ല, പല്ല് തേക്കാൻ ബ്രഷില്ല, ഒന്നുമില്ല. അവരങ്ങനെ കിടന്ന ഇട്ടുകൊടുത്തത് മാറണമെങ്കിൽ അടുത്ത ആരെങ്കിലും എന്തെങ്കിലും കവർ കൊണ്ടുപോയി കൊടുക്കാൻ കാത്തിരിക്കുക, ഇട്ടുകൊടുത്തത് മാറാൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ പള്ളിയുടെ പിരിവതാണ്. അപ്പൊ ഞാൻ ഇന്നൊരു 10 രൂപ കൊടുക്കുന്നു. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ, അല്ലെ? എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ അഗതിയാണ്. അതുപോലെ ഒഴുക്കിൽപ്പെട്ടവൻ അസീറാണെന്നാൽ അങ്ങനെ വെള്ളത്തിൽ അകപ്പെട്ടവൻ, അവനൊക്കെ ഭക്ഷണം കൊടുക്കാൻ എന്തിനാണ്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച്, അള്ളാഹിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച്, ഒരു നന്ദി വാക്കോ ഒന്നും ആഗ്രഹിക്കാതെ അങ്ങനെ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്നവരായി ആവുക. ഒന്നതാണ് അവരുടെ സ്വഭാവം. 2, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ് അവർ. ഏറെ പ്രതീക്ഷയോടുകൂടി, ഏറെ ഭയപ്പാടോടുകൂടി, അള്ളാഹു എല്ലാം നൽകും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അവർ. രണ്ടാമത്തത്
നിസ്കരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും സമയമില്ല, നിസ്കരിക്കാൻ തന്നെ സമയമില്ല. അങ്ങനെ മാറിയിട്ടുണ്ട് നമ്മളെ യുവാക്കളൊക്കെ. അവിടെ നിന്ന് അല്ലെ ആ ഒരു ഇബാദത്തിൽ മുഴുകി അതിന്റെ ഏറ്റവും നല്ല പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആത്മാർത്ഥമായി എന്നാണ് നേരത്തെ പറഞ്ഞ അമ്പിയാക്കളുടെ രണ്ടാമത്തെ സ്വഭാവം. നമ്മളും നന്നായി പ്രാർത്ഥിക്കുക, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുക. അത് അല്ലാഹുവിന്റെ സഹായത്തിലേക്ക് എത്തും. മൂന്നാമത്തത് നമ്മോട് അവർ അങ്ങേയറ്റ ഖുശൂ ഉള്ളവരായിരുന്നു, താഴ്മയുള്ളവരായിരുന്നു, വിനയുള്ളവരായിരുന്നു. അല്ലെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ നടക്കുമ്പോൾ പോലും വളരെ ലാളിത്യം, ലളിതമായി നടക്കുന്നവർ, അഹങ്കാരത്തിന് ലാഞ്ചന പോലും ഇല്ലാതെ അങ്ങനെ ജീവിതത്തിൽ സംസാരിക്കുമ്പോ അങ്ങനെ താഴ്മയോടുകൂടി സംസാരിക്കുന്ന, ഇടപെടുമ്പോ അങ്ങനെ ഇടപെടുന്ന വിശ്വാസിയുടെ അടയാളം നടത്തത്തിൽ പോലും കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരെ ആയി മാറേണ്ടതുണ്ട്. അപ്പോ ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്, അവർ നന്മയിൽ മുന്നേറുന്നവരായിരുന്നു. പുഞ്ചിരി നന്മയാണ്, സദഖയാണ്. അങ്ങനെ അതുമുതൽ നന്മയിൽ തൃപ്തിപ്പെട്ട് മുന്നേറുക. 2, നമ്മോടവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും സന്ദർഭങ്ങളിലൊക്കെ ഏറെ പ്രതീക്ഷയോടും ഏറെ ഭയപ്പാടോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നവർ. അതുപോലെ അവരങ്ങേറ്റം വിനയാന്വിതരായിരുന്നവർ. അങ്ങനെ വിനയപ്പെട്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള സ്വഭാവ ഗുണങ്ങളുമായി ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ വരുമ്പോ അതിനിടയിൽ കടന്നു വരുന്ന എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതൊക്കെ മുഅ്മിനെ സംബന്ധിച്ച് അത്ഭുതകരമാണ്. അവര് നന്മയാണെങ്കിൽ അല്ലാഹു ശുക്രോതി പുണ്യം നേടും. തിന്മയാണ്, പ്രയാസമാണ്, പരീക്ഷണമാണ്, സങ്കടമാണെങ്കിൽ അതിലവൻ ക്ഷമിക്കും. രണ്ടും അവന് പുണ്യമാണ്. ചെറിയ മുള്ളുകുത്തുന്ന വേദന പോലും അവന് പുണ്യമാണ്, അവന് പ്രതിഫലമാണ്, പാപപരിഹാരമാണ്. ഇദാ അഹബ്ബ റജുലൻ, ഒരു മനുഷ്യനെ അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹു തുടരെ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹബ്ബ ഖൗമൻ, ഒരു സമൂഹത്തെയാണ് അല്ലാഹു അങ്ങേയറ്റം മറ്റു സമൂഹത്തെ വിഭിന്നമായി ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇബ്തലാഹും തുടരെ പരീക്ഷണങ്ങളായിരിക്കും. അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കാൻ, നമ്മളെ പരിശോധിക്കാൻ. അയ്യുക്കും അഹ്സന അമല, അതിനിടയിലും സുബഹി നിസ്കരിക്കാൻ, അതിനിടയിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ, അതിനിടയിലും കാര്യങ്ങളൊക്കെ കേട്ട് അനുസരണമുള്ളവനായി വിനയത്തോടുകൂടി നിലനിൽക്കുന്നവൻ ആരെന്ന് പരിശോധിക്കാനാണ് സർവശക്തൻ ഈ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യുന്ന മുത്തഖിങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അമറുമായി ഓർമ്മപ്പെടുത്തുന്നതുപോലെ സർവശക്തനായ ഏകനായ പടച്ചറബിനെ ഓർക്കാൻ, പടച്ചറബിലേക്ക് അടുക്കുവാൻ, ജീവിതത്തിലെ ഏത് സന്ദർഭം കടന്നു വന്നാലും അതിനനുസരിച്ച് വിശ്വാസ്യത അടയാളം കാത്തു സൂക്ഷിച്ച് പരലോകത്തെ വിജയത്തിനും അവരുടെ ജീവിതത്തെ തണുപ്പിനും വിശാലതക്കും ഏതേത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ സഹായത്തിനും പാത്രമായി തീരുന്ന സൽപ്രവർത്തികളിൽ മുഴുകുക. സർവശക്തൻ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ അല്ലാഹു തആല നമ്മളെ കൈവിടൂല. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ വചനം, സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ വചനം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ ശിക്ഷിക്കുകയില്ല. ഫഅൻത ഫീഹിം, പ്രവാചകരെ അങ്ങ് ആ വിഭാഗത്തിന്റെ കൂടെയുള്ളപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഒരു സമൂഹത്തോട് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. നബിയെ, അങ്ങനെയുള്ള ഈ സമൂഹത്തെ അല്ലാഹു ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇല്ല. അപ്പൊ അത് നമുക്ക് ബാധകമല്ല. അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ ശിക്ഷയായി, ഉരുൾപൊട്ടലായി, വെള്ളം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ശിക്ഷയായി മാറൂല. രോഗം ചിലപ്പോൾ കടന്നു വരും, അതൊരു ശിക്ഷയെന്നോണം പകർച്ചവ്യാധിയായി, കൊറോണ പോലെ വലിയ പ്രതിസന്ധിയായി, ശിക്ഷയായി മാറൂല. എങ്ങനെ? വഹും യസ്തഗ്ഫിറൂൻ, ആ വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന കാലത്തോളം, ഇസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇസ്തിഗ്ഫാറിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാറിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹു തആല വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ ശിക്ഷയായി കൊണ്ടുവരൂല. അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാവൂല. അല്ലാഹുവിന്റെ ശിക്ഷ കീഴ്മേൽ മതിക്കപ്പെട്ട
സമൂദ് ആദ് ഗോത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹേമാരിയും ഒക്കെയായിട്ട് നശിപ്പിക്കപ്പെട്ട സമുദായത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അള്ളാഹ് ശിക്ഷിച്ചതാണ്, ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് ശിക്ഷയായിട്ട് ഒരു സമൂഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് മറ്റുമൊക്കെ ശിക്ഷയായി കടന്നു വരുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും. വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാലം അത്രയും. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാറിൽ മുഴുകിക്കൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക അല്ലെ. അങ്ങനെ ആരാധനകളെ കൊണ്ടും പടച്ചറബുമായിട്ട് അടുപ്പത്തെ കൊണ്ടും നന്മയിൽ മുഴുകുന്നതിലൂടെ, അള്ളാഹുമായുള്ള പ്രാർത്ഥന നിരതമായ അടുപ്പത്തിലൂടെ, അള്ളാഹുവിനോട് ഖുശൂഅ് കാത്തു സൂക്ഷിക്കുന്നതിലൂടെ, അതുപോലെ അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങൾ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് അത് ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ കവാടത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി വെമ്പൽ കൊണ്ട് ഓരോ പ്രവർത്തനത്തിലൂടെയും അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി തീർന്നാൽ ഇഹത്തിലും പരത്തിലും വലിയ നേട്ടവും വിജയവും നമുക്കുണ്ടാവും. നമ്മൾ അതാണ് ലക്ഷ്യമിടുന്നെങ്കിൽ, നമ്മുടെ ഉദ്ദേശം അതാണെങ്കിൽ അല്ലെ, പരലോക മോക്ഷണ ഉദ്ദേശമെങ്കിൽ ഹുദല്ലിൽ മുത്തഖീൻ. ഇതെല്ലാവർക്കും കിട്ടൂല, ഇതെല്ലാവർക്കും പറ്റൂല, ഇത് പലരും കേൾക്കൂല. കാരണം എന്താണ്? ഇത് മുത്തഖീങ്ങൾക്ക് ഇത് ഫലപ്പെടുകയുള്ളൂ, അവർക്ക് ഹുദയായി തീരുള്ളൂ. അതാണ് ഈ ഹുതുബയിൽ എത്തിയിട്ടുള്ള, ജുമുഅക്ക് എത്തിയിട്ടുള്ള ഞാനടക്കമുള്ള നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. വിശാലമായ ചിന്തയും ഓർമ്മപ്പെടുത്തലും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. സമയം ആരംഭത്തിൽ ആരും ഓർമ്മപ്പെടുത്തുന്നത് മാത്രം, കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ഇത്തരത്തിൽ ജുമുഅകളൊക്കെ ഒരു കേൾവിക്കപ്പുറം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. നാളത്തെ സുബഹിക്ക് നമ്മളൊക്കെ എഴുന്നേറ്റ് ജമാഅത്തുകൾക്ക് പോകാൻ പറ്റണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് അധികരിച്ച് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ കാണുന്ന, നന്മ പഠിക്കുന്ന, ജീവിതത്തിലുടനീളം നന്മ കാത്തു സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ സത്യവിശ്വാസത്തെ നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. നിങ്ങളുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബേ അതിനെ അറിയാതെ ചെറുതും വലുതുമായ വിശാലമായ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഗഫാറായ വദൂദായ സ്നേഹനിധിയായ പാപങ്ങൾ മുഴുവൻ പുറത്തു തരുന്നതായ നാഥ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം നാഥ. ശിഷ്ട ജീവിതത്തിൽ അത്തരത്തിലുള്ള സകലമായ പൈശാചികതയിൽ നിന്നും തിന്മയിൽ നിന്നും മാറി നടക്കുവാനുള്ള കരുത്തിന്റെ ഈമാനും തഖ്വയും സൂക്ഷ്മത ബോധവും അറിവും കഴിവും വിജ്ഞാനവും വിവേകവും എല്ലാം നൽകി അനുഗ്രഹിക്കണം നാഥ. ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് പ്രദാനം ചെയ്യണം നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഞങ്ങൾക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണം നാഥ. പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നാട്ടിൽ പുറത്തുണ്ട്, ഗസയുടെ മണ്ണിലുണ്ട്, മറ്റു പല ഭാഗത്തുണ്ട്. പക്ഷെ നമുക്കൊക്കെ നീ സംരക്ഷണവും പിൻബലവും ആഫിയത്തും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കണം നാഥ. രോഗത്താൽ പ്രയാസപ്പെടുന്ന, സാമ്പത്തിക ശാരീരിക മാനസികമായി ദുരിതം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും നീ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യം പ്രദാനം ചെയ്യണം നാഥ. പടച്ചവൻ നമ്മുടെ ആരാധന ക്രമങ്ങളിൽ ഒരു ദിക്ർ പോലും അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ദിക്ർ പോലും അതിന് പുണ്യം നഷ്ടപ്പെടാതെ അതിൽ വന്ന പോരായ്മകളൊക്കെ പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം നാഥ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം നാഥ. അവർക്ക് നീ ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം നാഥ. പടച്ചവനെ അവരൊക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറ്റി സ്വസ്ഥതയും സമാധാനം ആഫിയത്തും എല്ലാം നൽകി അനുഗ്രഹിക്കണം നാഥ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ കാരുണ്യത്തിൽ രക്ഷാതിരിച്ചു കൊടുക്കണം നാഥ. വിട പറഞ്ഞു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങൾ വിട പറഞ്ഞു പോയ മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, സത്യവിശ്വാസികളുടെ അവരുടെ വിശാലമാക്കി തീർക്കണം നാഥ. നാളെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ കൈകളിലൂടെ അവരെയും നമ്മയും ആ സ്വർഗ്ഗത്തിൽ ഹൗദൽ കൗസർ സ്വീകരിച്ച് സ്വർഗീയ ആരാമത്തിൽ ചേർത്ത് അനുഗ്രഹിക്കണം നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജat. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. الحمد لله رب العالمين.